നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ മിറർ ഇക്വേഷൻ, മിറർ ഫോമുല നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. എ കോൺവെക്സ് മിറർ ഹാസ് എ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് 3 meter ഇഫ് എ ബസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് 5 meter ഫ്രം ദിസ് മിറർ. ഫൈൻഡ് ദ പൊസിഷൻ, നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ്. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം കോൺവെക്സ് മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. സോ ആർ ഇസ് ഈക്വൽ ടു 3 meter. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്നത് R/2 ആണ്. സോ 1.5 മീറ്റർ ആണ് അതിൻ്റെ എഫ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ തന്നിരിക്കുന്നത് ബസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് 5 meter എന്നാണ്. സോ യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. യു ഇസ് ഈക്വൽ ടു -5 meter. സോ എഫ് കിട്ടിയിട്ടുണ്ട്, യു കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ 1/f ഇസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v ആണ് ഇക്വേഷൻ. അതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1/v ആണ് കാണേണ്ടത്. 1/v ഇസ് ഈക്വൽ ടു 1/f മൈനസ് 1/u. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നമ്മൾ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി. 6 തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ എഫ് കാൽക്കുലേറ്റ് ചെയ്തു. എഫ് ആറിൻ്റെ ഹാഫാണ്, റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഹാഫാണ് ഫോക്കൽ ലെങ്ത്ത്. യു തന്നിട്ടുണ്ട്, -5 meter ആണ്. ബസ്സാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ബസ്സാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 5 meter ഫ്രം ദ മിറർ ആണ്. സോ യു ഇസ് ഈക്വൽ ടു -5 meter. യു എന്ന് പറയുന്നത് ഓൾവേസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, സോ -5 ആണ്. ഇക്വേഷൻ എഴുതുക. 1/f ഇസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v. നൗ 1/v ഇസ് ഈക്വൽ ടു 1/f മൈനസ് 1/u. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു 1/1.5 മൈനസ് 1/-5. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്യുക. നൗ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ 1/v ഇസ് ഈക്വൽ ടു 6.5 ഡിവൈഡഡ് ബൈ 7.5 ആണ്. 6.5 ഡിവൈഡഡ് ബൈ 7.5 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി നമ്മളതിൻ്റെ ഇത് 1/v ആണ്. v ഇസ് ഈക്വൽ ടു 7.5 ബൈ 6.5 വരും. സോ ആൻസർ ഇസ് 1.15 meter. സോ പൊസിഷൻ ഓഫ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് v നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് v കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര സൈസ് കാണണമെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ കാണണം അല്ലേ? മാഗ്നിഫിക്കേഷൻ എത്ര മാഗ്നിഫൈഡ് ഇമേജ് ആണ്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈറ്റ് ഓഫ് ഇമേജോ ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും? മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷന് നമുക്കൊരു ഇക്വേഷൻ നമുക്കറിയാം. നോർമലി മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് HI/HO, അതായത് ഇമേജ് ഹൈറ്റ് ബൈ ഒബ്ജക്റ്റ് ഹൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -v/u ആണ്. ഓക്കെ, സോ -v/u എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -v എത്രയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്? -1.15 ഡിവൈഡഡ് ബൈ u എന്ന് പറയുന്നത് നമുക്കറിയാം -5 ആണ്. സോ മാഗ്നിഫിക്കേഷൻ ഇതിൽ നിന്നും നമുക്ക് കിട്ടും. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ വരുന്നത് 0.23 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 0.23 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1. നമുക്കപ്പോൾ മനസ്സിലാക്കാം ഒബ്ജക്റ്റിനെക്കാട്ടിലും ഒരുപാട് ചെറുതാണ് ഇമേജ്. ഇനി കോൺവെക്സ് ആയതുകൊണ്ട് എന്ത് ഇമേജാണ് കിട്ടുക? കോൺവെക്സ് മിറർ ആയതുകൊണ്ട് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് കിട്ടുക. at a distance of 1.15 meter behind the mirror. Now magnification less than 1 means image size is less than object size. Clear? അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കോൺവെക്സ് മിറർ റേഡിയസ് ഓഫ് കർവേച്ചർ 3 meter ആണ്. ബസ്സാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 5 meter. സോ നമുക്ക് കാണേണ്ടത് പൊസിഷൻ, നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ഇമേജ്. തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. വി കാണുക. വി എന്ന് പറയുന്നതാണ് അതിൻ്റെ പൊസിഷൻ. ഇനി നേച്ചർ ആൻഡ് സൈസ് ഓഫ് ഇമേജ് കാണണമെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ വേണം. മാഗ്നിഫിക്കേഷൻ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ലെസ് ദാൻ 1 ആണ് വാല്യൂ. സോ
ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആസ് കമ്പയർ ടു ഒബ്ജക്റ്റ് ഇമേജ് സൈസ് കുറവാണ്. സോ നമുക്ക് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുമ്പോൾ വെർച്വൽ കോൺവെക്സ് മിററാണ്. വെർച്വൽ ഇറക്റ്റ് ഡിമിനിഷ്ഡ് ഇമേജ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.15 meter behind the mirror. Okay.